നിധിയെ വിളിച്ചിട്ടെന്ന് ഫോൺ എടുക്കാത്തത്? ഞാൻ എത്ര നേരമായി വിളിക്കുന്നു. നിർമ്മല ആന്റിയാ, ഞാനിതൊന്ന് എടുക്കട്ടെ. ഹലോ ആന്റി. നിന്നെ ഞാൻ എത്ര നേരമായി വിളിക്കുന്നു മോളെ. ഫോൺ എടുത്തിട്ട് പിന്നെ വിളിക്കാന്നെങ്കിലും പറഞ്ഞൂടെ? അയ്യോ, അതെന്തു പറ്റി? ഒന്നും പറ്റിയില്ല. ആ CKCക്കെതിരെ കേസ് കൊടുക്കാൻ എന്തെങ്കിലും തെളിവ് കിട്ടിയോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. നീ ഫോൺ എടുക്കാതിരുന്നപ്പോ അത് വേറൊരു പേടിയായിപ്പോയി. അസുഖം വല്ലതും ആണോ എന്നൊരു ടെൻഷൻ. ആണോ? തീരെ വയ്യ ആന്റിക്ക്. ഞാൻ പറയുന്നതല്ലല്ലോ നീ കേൾക്കുന്നത്. നിനക്ക് എന്തു പറ്റി മോളെ? ഞാൻ ചോദിക്കുന്നതിനല്ലല്ലോ നിന്റെ മറുപടി. കിടക്കാണോ ഇപ്പൊ? അമ്മ നിക്കിലോ അവിടെ ഇല്ലേ? എന്തു പറ്റി നിധി? ഗൗതം, നിർമ്മലക്ക് തീരെ വയ്യെന്ന്, തലകറങ്ങി വീണു. എന്താ മോളെ, എന്തേലും പ്രശ്നമുണ്ടോ? എനിക്ക് സുഖമില്ലെന്ന് നിന്റെ അടുത്ത് ആരാ പറഞ്ഞത്? ആന്റി ധൈര്യമായിട്ടിരിക്ക. ഗൗതം എന്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വരാം. ശരി ആന്റി. ഹലോ നിധി, നിധി ഫോൺ വെക്കല്ലേ. ഗൗതം അടുത്തിരുന്ന് അമ്മയ്ക്ക് എന്തുറ്റെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നിധിയുടെ കൂടെ ഗൗതമും ഉണ്ട്. എന്തിനായിരിക്കും എനിക്ക് സുഖമില്ല എന്നൊക്കെ നിധി പറഞ്ഞിട്ടുണ്ടാവുക? ഒരുപക്ഷെ അത് ഗൗതമിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആയിരിക്കുമോ? ഗൗതമിനെയും കൂട്ടി നിധി ഇങ്ങോട്ട് വരാൻ പോവുക. നിധി ഇങ്ങനെ സംസാരിച്ചതിന്റെ അർത്ഥം ഗൗതമിനോട് പറയാൻ പറ്റാത്ത എന്തോ ഒരു കാര്യം ഉണ്ടെന്നുള്ളതാണ്. എന്തായാലും രണ്ടുപേരും കൂടി ഇപ്പൊ ഇങ്ങോട്ട് വരും. അവര് വരുമ്പോ എനിക്ക് അസുഖമൊന്നും ഇല്ലെന്നറിഞ്ഞ ഗൗതം നിധിയെ സംശയിക്കുകയും ചെയ്യും. എന്ത് ചെയ്യും? അതല്ലാതെ വേറെ വഴിയില്ല. നിധി അഭിനയിച്ചതുപോലെ ഞാനും അഭിനയിക്കുന്നതായിരിക്കും നല്ലത്. വെറുതെ ഒരു ഊഹം വെച്ചാ ഞാൻ അഭിനയിക്കാൻ പോകുന്നത്. ഇതിന്റെ അവസാനം എന്താവുമെന്ന് ഒരു രൂപവുമില്ല. ദൈവമേ, ആദ്യമായിട്ടാ ഇങ്ങനൊരു അഭിനയം നടത്താൻ പോകുന്നത്. ആർക്കും ഒരു സംശയം തോന്നാതിരുന്നാ മതിയായിരുന്നു. ചന്ദ്രികേ, മോനെ നിക്കിലേ. അയ്യോ, ആരെങ്കിലും ഒന്ന് വേഗം വായോ. അയ്യോ ചന്ദ്രികയെ ഒന്ന് പിടിക്കേ. അയ്യോ, ഞാനിപ്പോ വീഴും. അയ്യോ അയ്യോ നിർമ്മലേ, നിർമ്മലേ, അയ്യോ നിഖിലേ, ഒന്ന് ഓടിവാ. എന്തു പറ്റി നിർമ്മലേ? നിധിയായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് പുറത്ത് നിൽക്കായിരുന്നു. പെട്ടെന്ന് ദേഹം കുഴഞ്ഞു വന്നു. തല ചുറ്റുന്ന പോലെ തോന്നുന്നു. അയ്യോ അയ്യോ നിഖിലേ. അയ്യോ ആന്റി, അമ്മേ, ആന്റിക്ക് തീരെ ഭയം തോന്നുന്നു. നമുക്ക് വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം. വേണ്ട, എനിക്കൊന്ന് കിടക്കണം. നിധിയും ഗൗതവും ഇപ്പൊ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. എന്നൊന്ന് മുറി കൊണ്ടുപോയി കിടത്ത്. എനിക്ക് കുറച്ച് വെള്ളവും വേണം. മോനെ, നീ ഒന്ന് പിടിച്ചേ. ആന്റി വാ. പതുക്കെ വാ ആന്റി, പതിയെ നടക്കാം. നിന്റെ സംസാരത്തിൽ നിന്നും എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഗൗതം കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അത് ഗൗതം അറിയാൻ പാടില്ലാത്ത എന്തോ കാര്യമാണെന്നും തോന്നി. ഗൗതം കേക്കെ ആന്റിക്ക് സുഖമില്ലെന്നൊക്കെ നീ ചോദിച്ചിട്ട് അവനെയും കൊണ്ട് നീ ഇവിടേക്ക് വന്ന് കേറുമ്പോ ഞാനിവിടെ ഒരു കുഴപ്പമില്ലാതെ നിന്നാ നീ കള്ളം പറഞ്ഞതുപോലെ ആവില്ലെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. എന്തായാലും ഒന്ന് അഭിനയിച്ചേക്കെന്ന് കരുതി. സംഗതി സക്സസ് ആയല്ലോ. വെറും സക്സസ് അല്ല, 100% സക്സസ് ആയി. CKC ആന്റിയെ കുറിച്ചും ആന്റിയുടെ മകനെ കുറിച്ചും പറയുന്ന പോർഷൻ ഈ വീഡിയോയിൽ നിന്ന് ഞാൻ എഡിറ്റ് ചെയ്ത് കളഞ്ഞു. സേഫ് സൈഡിന് ഒറിജിനൽ വീഡിയോ വേറൊരു ഫോൾഡറിലേക്ക് മാറ്റുകയും ചെയ്തു. എങ്കിൽ പിന്നെ ഇനി അഭിനയിക്കണ്ടല്ലോ, എഴുന്നേക്കാലോ. അങ്ങനെ അങ്ങ് എഴുന്നേറ്റാലേ ലോജിക് അടിക്കും. ലോജിക്കോ? അതാരാ? അങ്ങനെ ഒരാളുണ്ട്. തൽക്കാലം കുറച്ചു നേരം കൂടി ഈ അസുഖം തുടർന്നേ പറ്റൂ. പതുക്കെ പതുക്കെ നമുക്ക് നോർമൽ ആവാം. ഇനി അസുഖമാണെന്ന് പറഞ്ഞാലേ ഗൗതം പൊക്കിയെടുത്ത് ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോയിടും. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അതിന്റെ സമാധാനായിട്ടിരിക്കും. ഈ കോഫി കുടിക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട് നിർമ്മലേ? കുറവുണ്ടമ്മ. ഞാൻ ഇവിടെ ഇരുന്ന കുറച്ച് മധുരമൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ ഒരു ടാബ്ലറ്റും കൊടുത്തു. ഇതേ ഷുഗർ ഡൗൺ ആയതാണെന്നാ തോന്നുന്നേ. ആന്റി, ഈ കോഫിയും കൂടി ഞാൻ കുടിച്ചേ. അല്ല നിർമ്മലേ, നിർമ്മല രാവിലെ ഗുളിക കഴിച്ചതല്ലാതെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടില്ലല്ലോ. ഞാൻ കഴിച്ചായിരുന്നു.
ചന്ദ്ര ശ്രദ്ധിക്കാഞ്ഞതാ. ഇല്ല, കഴിച്ചു കാണില്ല. ചുമ്മാതല്ല ഷുഗർ ഡൗൺ ആയത്. എന്താ ആന്റി ഇത്? സ്വന്തം കാര്യത്തിലെങ്കിലും ഒരു ശ്രദ്ധ വേണ്ടേ? സ്വന്തം കാര്യത്തിൽ ശ്രദ്ധയില്ലെങ്കിലും നാട്ടുകാരുടെ കാര്യത്തിലൊക്കെ വലിയ ശ്രദ്ധ. ആ, കൃത്യസമയത്ത് ആഹാരം കഴിക്കാതെ ഓരോ അസുഖം വരുത്തി വെച്ചോളും മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞ ആരും കേൾക്കില്ലല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? അളി അങ്ങോട്ട് ചെല്ല്. ചേച്ചി പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കണ്ട. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നോക്ക്. ഒന്നാമത് ആന്റിക്ക് വയ്യാത്തതാ. വെറുതെ വെച്ചോണ്ടിരുന്ന് ക്രിട്ടിക്കൽ ആക്കണ്ട. അളിയൻ അങ്ങോട്ട് ചെല്ല്. അതാ നല്ലത്. വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. നീ വാ. ഇപ്പൊ എങ്ങനെയുണ്ട്? തലകറക്കമൊക്കെ കുറഞ്ഞോ? നല്ല ആശ്വാസമുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒന്ന് ഡോക്ടറെ കാണിക്കാം. വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. ഇതിന് ഹോസ്പിറ്റലിൽ പോവല്ല ഗൗതം വേണ്ടത്. ആന്റിക്കേ നല്ല ചുട്ട അടിയുടെ കുറവാ. വന്ന് വന്ന് നിർമ്മലാന്റിക്ക് ഇപ്പോ നന്നായിട്ട് അഭിനയിക്കാൻ അറിയും. ശരിക്കും നമ്മളെയൊക്കെ പറ്റിച്ചു കളയും. കൃത്യസമയത്ത് മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞാൽ മരുന്ന് കഴിക്കും. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞാൽ അതും കഴിക്കും. എന്നാ മരുന്നും ഭക്ഷണവും കൃത്യസമയത്ത് കഴിക്കോ? അത് ചെയ്യില്ല. എന്നിട്ട് എല്ലാം മുറ പോലെ നടക്കുന്നുണ്ടെന്ന് നമ്മുടെ മുൻപിൽ അഭിനയിച്ചു കാണിക്കും. അതെ, അടുക്കളയിലിരുന്ന സാധനങ്ങളെല്ലാം അതുപോലെ ഇട്ടിട്ടാ ഞാൻ നിർമ്മലയുടെ പുറകെ പോയത്. ഞാൻ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. എന്താ അമ്മ ഇത്? സമയത്തിന് ഭക്ഷണം കഴിക്കണ്ടേ? ഭക്ഷണം കഴിക്കാതെ ഷുഗറിനുള്ള ഗുളിക കഴിച്ചാൽ തലചുറ്റി വീഴുന്നുള്ള കാര്യം ഉറപ്പല്ലേ? നല്ല മധുരം ഉള്ളിൽ ചെന്നപ്പോ ആള് സെറ്റായി. ആന്റി വേണമെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വാ. എന്തിന്? അതിന്റെ ഒന്നും ആവശ്യമില്ല. ആ, ഹലോ ജോർജ്, എന്തായി? അതൊക്കെ ജോർജിനൊന്ന് തനിച്ച് ചെയ്തുകൂടെ? ഞാൻ വന്നാലേ നടക്കുന്നുള്ള കോൺഫിഡൻസ് ഇല്ലായ്മ എന്തിനാ? ഇനി എന്തെന്ന് പറഞ്ഞാലും എനിക്കിപ്പോ വരാൻ പറ്റില്ല. ഞാനിപ്പോ ഒരു അത്യാവശ്യ കാര്യമായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുക. അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഗൗതം, ഒരു മിനിറ്റ്, ആ ഫോണൊന്ന് ഹോൾഡ് ചെയ്തേ. ജോർജ് ഒന്ന് ഹോൾഡ് ചെയ്യും. എന്താ ഗൗതം, ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിനും വിളിക്കുന്ന ആളല്ല ജോർജ്. എന്തേലും അത്യാവശ്യം ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ വിളിക്കുന്നത്. ഒന്ന് പോയിട്ട് വാ. എന്താ നിധി നീ പറയുന്നത്? അമ്മ ഇവിടെ ഇങ്ങനെ വയ്യാതിരിക്കുമ്പോ ഞാൻ ഇതും കളഞ്ഞ് ഓഫീസിൽ പോയിരുന്ന് ജോലി ചെയ്യണം. അതിനെനിക്ക് വയ്യെന്ന് ആരാ പറഞ്ഞേ?